ജയലളിതയിലെ രാഷ്ട്രീയക്കാരെ വളർത്തിയത് എംജിആർ ആണെങ്കിൽ അവരിലെ നടിയെ കണ്ടെത്തിയതും വളർത്തിയതും അമ്മയാണ്. 2 വയസ്സിൽ അച്ഛൻ ജയരാമൻ മരിച്ചതു മുതൽ ജയലളിതയുടെ വ്യക്തിത്വം രൂപപ്പെടുത്തിയതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് അമ്മ വേദവല്ലിയാണ്. ആ അമ്മ തന്നെയാണ് തമിഴ് സിനിമയിലേക്ക് ജയയെ കൈപിടിച്ച് നടത്തിയതും. 1948 ഫെബ്രുവരി 24 മൈസൂരുവിലെ മാണ്ടിയിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ജയയ്ക്ക് നൽകിയിരുന്ന പേര് കോമളവല്ലി എന്നായിരുന്നു. ബ്രാഹ്മണാചാരപ്രകാരം രണ്ടാമതൊരു പേര് കൂടി കോമളവല്ലിക്ക് നൽകണമായിരുന്നു. അങ്ങനെയാണ് ജയലളിത എന്ന പേര് കോമളവല്ലിക്ക് ചാർത്തപ്പെടുന്നത്. ചെറുപ്പത്തിൽ അവർ താമസിച്ചിരുന്ന 2 വീടുകളായ ജയവിലാസിൽ നിന്നും ലളിതാവിലാസിൽ നിന്നുമാണ് ഈ പേര് ഉണ്ടായത് എന്നതാണ് ശ്രദ്ധേയം. ഭരതനാട്യം, മോഹിനിയാട്ടം, കഥക്, മണിപ്പൂരി നൃത്തങ്ങൾ അഭ്യസിച്ച ജയലളിത ശാസ്ത്രീയ സംഗീതത്തിലും പിയാനോയിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. 1960 മൈലാപ്പൂരിൽ രസികരഞ്ജിനി സഭയുടെ വേദിയിലായിരുന്നു ജയലളിതയുടെ നൃത്തത്തിലെ അരങ്ങേറ്റം. അന്ന് അതിഥിയായിരുന്ന നടൻ ശിവാജി ഗണേശൻ ഇവൾ സിനിമയിലെത്തുമെന്ന് പ്രവചിച്ചിരുന്നു. ജയലളിത പിന്നീട് ഇതേ ശിവാജി ഗണേശന്റെ നായികയായി എന്നത് നിഷേധിക്കാനാവാത്ത വസ്തുത. சிரிப்பில் உண்டாகும் ராகத்திலே பிறக்கும் சங்கீதமே, சிரிப்பில் உண்டாகும் ராகத்திலே பிறக்கும் சங்கீதமே, அது வடிக்கும் கவிதை 1000 அவை எல்லாம் உன் எண்ணமே, என் கண்ணே பூவண்ணமே. മോഡേണായ അമ്മയുടെ മോഡേണായ മകളായാണ് ജയലളിത സിനിമയിൽ വന്നത്. 1961 പുറത്തു വന്ന ശ്രീശൈല മഹാത്മെ എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടായിരുന്നു ജയലളിതയുടെ തുടക്കം. പാർവതി ദേവിയുടെ കുട്ടിക്കാലം അഭിനയിക്കേണ്ട ബാലതാരം എത്താതിരുന്നതാണ് ജയയ്ക്ക് തുണയായത്. ഇതേ വർഷം തന്നെ ഇബ്സ്റ്റിൽ എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലും ഇവർ മുഖം കാണിച്ചു. തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ മൻമോജി എന്ന ഹിന്ദി ചിത്രത്തിൽ ശ്രീകൃഷ്ണനായെത്തിയത് ജയലളിതയായിരുന്നു. 1964 റിലീസ് ചെയ്ത കന്നഡ ചിത്രമായ ചിന്നട കൊമ്പയിലാണ് അവർ ആദ്യമായി നായികയായത്. അടുത്ത വർഷം അക്കിനേനി നാഗേശ്വര റാവുവിന്റെ നായികയായി മനുഷ്യലു മമതുലു എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും അവർ സാന്നിധ്യമറിയിച്ചു. ജയലളിതയുടെ അവസാന തെലുങ്ക് ചിത്രവും നാഗേശ്വര റാവുവിനൊപ്പമായിരുന്നു. ഇതേ വർഷം തന്നെ ജയലളിത വെണ്ണിര ആടൈ എന്ന ചിത്രത്തിലൂടെ തമിഴിൽ അരങ്ങേറ്റം നടത്തി. പിന്നീടങ്ങോട്ട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നായിക നടിമാർ സ്കർട്ട് ധരിക്കുന്നത് പോപ്പുലറാക്കിയത് ജയലളിതയായിരുന്നു. ഐതിഹ്യ പ്രാധാന്യമുള്ള ചിത്രങ്ങൾ എടുക്കുന്നവർക്കും വാണിജ്യ ചിത്രങ്ങൾ എടുക്കുന്നവർക്കും ഒരുപോലെ അഭികാമിയായിരുന്നു ജയലളിത. ജയ അഭിനയിക്കുന്ന ചിത്രങ്ങളുടെ പേര് നായിക കേന്ദ്രീകൃതമാവുന്നതിൽ അന്നത്തെ നായകന്മാർക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. 1967 മുതലുള്ള ചിത്രങ്ങളുടെ ടൈറ്റിൽ കാർഡിൽ കലൈ സെൽവി എന്നായിരുന്നു അവരുടെ പേരിനൊപ്പം ചേർത്തിരുന്നത്. എംജിആറിനൊപ്പമായിരുന്നു ജയ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ചത്, 28 ചിത്രങ്ങളിൽ. ശിവാജി ഗണേശനൊപ്പം 17 സിനിമകളിലും NTRന്റെ നായികയായി 12 ചിത്രങ്ങളിലും അവർ വേഷമിട്ടു. മുത്തുരാമൻ, അക്കിനേനി നാഗേശ്വര റാവു എന്നിവർക്കൊപ്പവും ജയ തിരശീലയിൽ നിറഞ്ഞാടി. തിരശീലയിൽ കലൈ സെൽവി ചെയ്ത ഓരോ വേഷവും വ്യത്യസ്തതയുള്ളതായിരുന്നു. നവരാത്രി എന്ന തെലുങ്ക് ചിത്രത്തിലെ മനോരോഗിയായുള്ള അതിഥി വേഷം ഏറെ ശ്രദ്ധേയമാണ്. കന്തൻ കരുണൻ എന്ന ചിത്രത്തിലെ ഇരട്ട വേഷവും ഏറെ പ്രശസ്തമാണ്. ഇടയ്ക്ക് ജീസസ് എന്ന മലയാള ചിത്രത്തിലും ധർമ്മേന്ദ്രയുടെ നായികയായി ഇസ്സത്ത് എന്ന ഹിന്ദി ചിത്രത്തിലും ജയലളിത വേഷമിട്ടിരുന്നു. ஒரே மண்ணிலே ஒரே கீதம்
4 തവണയാണ് ജയലളിത ഇരട്ട വേഷങ്ങൾ ചെയ്തത്. യാർ നീ, കന്തൻ കരുണൻ, അടിമൈപ്പെൺ എന്നിവയായിരുന്നു അവ. അഭിനയിച്ച 125 ചിത്രങ്ങളിൽ 119 സൂപ്പർ ഹിറ്റുകളാക്കിയ നടിയായിരുന്നു ജയലളിത. 1966 മാത്രം 11 ചിത്രങ്ങളിലാണ് ഇവർ അഭിനയിച്ചത്. മലയാളിയായ എ വിൻസെന്റ് സംവിധാനം ചെയ്ത തിരുമാംഗല്യമാണ് ജയയുടെ 100ാം ചിത്രം. 1980 പുറത്തുവന്ന നദിയെ തേടി വന്ന കടലാണ് നായികയായി അഭിനയിച്ച അവസാന തമിഴ് സിനിമ. നായകുഡു വിനായകുഡു എന്ന ചിത്രമാണ് നായികയായി അവസാനം പുറത്തിറങ്ങിയ ചിത്രം. 1992 നീങ്ക നല്ലായിരിക്കണം എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിൽ, അതും രാഷ്ട്രീയക്കാരിയായി തന്നെ അവർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. നടിയും നർത്തകിയും എന്നതിലുപരി നല്ലൊരു ഗായിക കൂടിയായിരുന്നു ജയലളിത. 14 ഗാനങ്ങൾ പാടിയതിൽ 3 ഭക്തിഗാനങ്ങളാണ്. ഒരു ചിത്രം പുറത്തു വന്നിട്ടില്ല. 1972 73 മികച്ച തമിഴ് നടിക്കുള്ള ഫിലിംഫെയർ പുരസ്കാരം അവരെ തേടിയെത്തി. 72 തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരവും ജയലളിതയ്ക്കായിരുന്നു. ജയലളിതയ്ക്ക് ഒരു പിടി കണ്ണീർ പൂക്കൾ.